എനിവേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു അടിപൊളി മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമല്ല കേട്ടോ, സൗത്ത് ഇന്ത്യ ഒട്ടാകെ തന്നെ ഈ ഒരു ഐറ്റത്തിൻ്റെ ഫാൻ ബേസ് വളരെ വളരെ കൂടുതലാണ്. സോ ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ വളരെ രുചിയോടുകൂടെ തയ്യാറാക്കിയെടുക്കാം എന്ന് കാണാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കൂടാണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായി ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ. ഞാനിവിടെ എടുത്തേക്കുന്നത് 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം നീളത്തിലരിഞ്ഞത്, ഉരുളക്കിഴങ്ങ് 4 എണ്ണം. ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് ഞാനിവിടെ 4 എണ്ണം എടുത്തേക്കുന്നത്. നിങ്ങളുടെ കൈവശം വലുതാണുള്ളതെങ്കിൽ 2 എണ്ണം മതിയാകും കേട്ടോ. ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ളത് ചെറുതായി കനം കുറച്ചരിഞ്ഞത്, കറിവേപ്പില 1 പിടി, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഫസ്റ്റ് നമുക്ക് കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറാട്ടോ യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളം നിറച്ചതിന് ശേഷം കിഴങ്ങിട്ട് കൊടുത്ത് വേവിക്കാനായി മാറ്റി വെക്കുക. ഒരു 4 മുതൽ 5 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഗ്യാപ്പിൽ നമുക്ക് മസാല പ്രിപ്പറേഷൻ തുടങ്ങിയാലോ. പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് കൊടുക്കുക. തുടർന്ന് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചിയും നീളത്തിലരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും സവാളയും ഒക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കിഴങ്ങിന്റെ നേർ പകുതിയായിട്ട് വേണം സവാള എടുക്കാനായിട്ടേ. തുടർന്ന് ഇവ നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കറിവേപ്പില ഇതിനിടയിൽ ആഡ് ചെയ്യാൻ വിട്ടുപോകല്ലേ. തുടർന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം സവാള ഒന്ന് വാടി വരുന്നത് വരെ അത് സോട്ട് ചെയ്തെടുക്കുക. അതിന്റെ നിറം മാറി വരണമെന്നൊന്നുമില്ല, അതൊന്ന് ജസ്റ്റ് വാടി വന്നാൽ മതിയാവും കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ടേ, അത് നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം. കിഴങ്ങിന്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതൊരു ബൗളിലേക്ക് ഇടുക. ഫോർക്കോ പൊട്ടറ്റോ മാഷറോ നിങ്ങളുടെ കൈവശം ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്ത് നമുക്കത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. തീരെ പേസ്റ്റ് രൂപത്തിലാക്കാണ്ട് ചെറിയ രീതിയിൽ ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ സവോള ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. തുടർന്ന് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഉടച്ചു വെച്ചേക്കുന്ന കിഴങ്ങും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മുടെ സവോളയും കിഴങ്ങും കൂടി നല്ലോണം യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ഫില്ലിംഗ് മസാല ഇവിടെ റെഡി. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ മസാലയിലെ ഫ്ലേവറിനായിട്ട് ഇച്ചിരി പെരിഞ്ജീരകത്തിന്റെ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഫില്ലിംഗ് മാത്രം പോരല്ലോ, അതിന്റെ ബേസ് കൂടെ വേണ്ടേ. അതിനായി ഞാനിവിടെ വീട്ടിൽ തയ്യാറാക്കിയ ദോശമാവാണ് എടുത്തേക്കുന്നത്. ദോശക്കല്ല് ചൂടായതിനു ശേഷം തീരെ കനം കുറഞ്ഞ രീതിയിൽ മാവ് ഒഴിച്ച് ഒന്ന് പരത്തിയെടുക്കുക. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ലെവലിൽ കീപ്പ് ചെയ്താൽ മതി കേട്ടോ. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇച്ചിരി നെയ്യ് അതിന്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കുക. ദോശയുടെ കളർ ഒരു ഗോൾഡൻ യെല്ലോ ആകുമ്പോഴത്തേക്കും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിംഗ് ഇതിന്റെ പുറത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ അത് മടക്കിയെടുക്കാവുന്നതാണ്. ചെറിയ ചൂടോടുകൂടെ അത് സെർവ് ചെയ്ത് നോക്കിയേ. എത്ര സിമ്പിൾ ആയിട്ടാ റെസ്റ്റോറന്റ് സ്റ്റൈൽ മസാല ദോശ നമ്മുടെ അടുക്കളയിൽ തയ്യാറാക്കിയതെന്ന് കണ്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം ഏറെ സ്വാദിഷ്ടവും ആരോഗ്യപ്രദമായ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്കും തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. സൈഡ് ഡിഷായിട്ട് ചമ്മന്തിയോ സാമ്പാറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു മഴക്കാലത്ത് ചെറിയ ചൂടോടുകൂടി ആസ്വദിച്ച് കഴിക്കാൻ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിക്കുക. So stay tuned for yet another video. It's your Honeybee. Just do like, share and subscribe.